നമസ്കാരം. അഖിൽ NRD എന്ന് പറയുന്ന ആ വലിയ ബ്ലോഗർ എന്ന് വേണമെന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുക. കാരണം സ്വന്തം കഴിവുകൊണ്ട് നേടിയെടുത്ത ഒരു യൂട്യൂബിലെ പ്ലാറ്റ്ഫോമുകളാണ്. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ആയാലും ഫേസ്ബുക്ക് ആയാലും ഒരുപാട് എഫേർട്ട് എടുത്ത് അഭിനയം തൻ്റേതായിട്ടുള്ള പുള്ളിയുടെ സ്വന്തം കഴിവുകൊണ്ട്, അതായത് പാഷനേറ്റായിട്ട് പുള്ളിക്ക് അഭിനയിക്കുക എന്ന് പറഞ്ഞ് വളരെ പാഷനായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു. ആ ആഗ്രഹത്തിന് അദ്ദേഹം സ്വയം മെനഞ്ഞെടുത്ത് നേവിയിലെ ജോലി വരെ ഉപേക്ഷിച്ച്, അത് എടുത്തു പറയണം. നേവി എന്ന് പറയുന്ന ആ വലിയ ജോലി ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സ്വപ്നമല്ലേ, നേവിയിലൊക്കെ കയറി പറ്റുമെന്നുള്ള ആ സ്വപ്നങ്ങളൊക്കെ ഉപേക്ഷിച്ച് ഈ പ്ലാറ്റ്ഫോമിലേക്ക്, യൂട്യൂബ് ബ്ലോഗിങ് അല്ലെങ്കിൽ ആക്ടിങ്ങിലേക്ക് വന്ന ഇദ്ദേഹത്തിന് സംഭവിച്ചത്, ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ഒളിച്ചോടുകയുണ്ടായി. നമുക്ക് ആ വിഷയം ഒന്ന് കാണാം. വളരെ ദുഃഖകരമായിട്ടുള്ളൊരു സംഭവമായിപ്പോയി. അതുകൊണ്ടാണ് ഞാനിത് കാണിക്കുന്നത്. ബാക്കി എന്നിട്ട് ഞാൻ പറയാം. ഇട്ട നൈറ്റി അടക്കം റോസ് ഡ്രസ്സുള്ള, റോസ് കളറ് ആ ഡ്രസ്സോടെ പുള്ളിക്കാരി ഇറങ്ങി 5-6 ബാഗൊക്കെ എടുത്ത് ഇതാ പോകുന്നു. ഇതാ മറ്റവൻ വന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നു. അല്പം ഉളുപ്പുണ്ടോടാ ചെറ്റെ എന്ന് അങ്ങനെ പറയാൻ പാടുള്ളൂ. കാരണം ഒരാളെ സ്നേഹിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ ഒരാൾ വിവാഹം കഴിച്ച്, അതോ വിവാഹം കഴിച്ച് തന്നെ നിങ്ങൾക്കറിയണം, അഖില് ഈ പെൺകുട്ടിയും തമ്മിൽ പ്രണയിച്ച് വിവാഹം കഴിച്ച് ഒരുമിച്ച് താമസിക്കുന്നു. ഈ പെൺകുട്ടിക്ക് വേണമെങ്കിൽ അഖിലിനോട് താല്പര്യമില്ലെങ്കിൽ, അഖിലിനെ വേണ്ടാന്ന് വെക്കുവാണെങ്കിൽ നിയമപരമായിട്ട് ഡൈവേഴ്സ് കൊടുത്ത് ഡൈവേഴ്സ് വാങ്ങിയെടുത്ത ശേഷം വേർപിരിഞ്ഞ് പോവാം. അങ്ങനെ ചെയ്യാതെ ഒരാളെ, ഒരു ബസ് കണ്ടക്ടർ അല്ലെങ്കിൽ ഒരു കിളി, ഇങ്ങനെ ഒരാളുടെ കൂട്ടത്തിൽ പെട്ടെന്ന് ചാടി ഇറങ്ങി പോകുന്നതാണ് നമ്മൾ സംഭവിച്ച സംഭവം. ഒരു മനുഷ്യൻ്റെ സ്വപ്നം അല്ലെങ്കിൽ അവൻ്റെ പ്രതീക്ഷ അല്ലെങ്കിൽ അവൻ്റെ ജീവിത പങ്കാളിയെ പറ്റിയുള്ള സ്വപ്നങ്ങൾ എല്ലാം കൂടി ഒത്തിണങ്ങി കിട്ടിയതായിരുന്നു അഖിൽ NRDക്ക് ഈ വൈഫ്. പുള്ളിക്ക് ഒരുപാട് സ്നേഹവും ഇഷ്ടവും ഒക്കെ ആയിരുന്നു. പക്ഷേ ഈ പെൺകുട്ടി പഠിക്കാൻ പോകുന്ന ഒരു കോഴ്സ് പഠിക്കാൻ വിടുകയും ആ കോഴ്സ് പഠിക്കാൻ പോകുന്ന സമയങ്ങളിൽ ഈ ഒരു സൗഹൃദം ഉണ്ടാക്കിയെടുത്തു. ഈ പെൺകുട്ടിയാവാം, അല്ലെങ്കിൽ ആ ബസ്സിലെ സർവീസ് വർക്ക് ചെയ്യുന്ന കിളിയാവാം. ആ പുള്ളിയാണ്. ഇവർ രണ്ടുപേരും കൂടെ ഈ ഇദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ വിവാഹം കഴിച്ച് ഈ പെൺകുട്ടി താമസിക്കുന്ന ഈ സമയത്ത് ഇങ്ങനെ ഒരു ചെറ്റത്തരം അവൾ കാണിച്ചത്. ഇവർക്ക് വേണമെങ്കിൽ നേരത്തെ ഈ ഇവൻ്റെ കൂട്ടത്തിൽ ഇറങ്ങിപ്പോകത്തില്ലായിരുന്നു. അഖിലിന് വിവാഹം കഴിക്കുന്നതിന് മുമ്പ് വേണേൽ ഇറങ്ങിപ്പോവാം. അല്ലെങ്കിൽ നിയമപരമായിട്ട് കുടുംബ കോടതി പോയിട്ട് വിവാഹം ഡൈവേഴ്സ് വാങ്ങുക. അങ്ങനെയുള്ള ഒരുപാട് പ്രൊസീജിയറുണ്ട്. ഇതില്ലാണ്ട് ഒരു സുപ്രഭാതത്തിൽ ഒരു രാത്രിയിൽ കെട്ടിയും ബാഗും ഒക്കെ എടുത്ത് അവൻ്റെ കൂടെ അങ്ങ് പോയി. ഇതിപ്പോൾ ഡെയിലി നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. നിങ്ങൾ ഈ അടുത്ത കാലത്ത് അതൊരു ബസ് കണ്ടക്ടറാണ്. ആ ബസ് കണ്ടക്ടറുടെ ഭാര്യ വേറൊരുത്തിനെ സ്നേഹിച്ച് ഇറങ്ങിപ്പോയി ഗൾഫിൽ താമസിച്ച് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം, കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഇദ്ദേഹത്തിൻ്റെ ഈ ബസ് കണ്ടക്ടറായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വൈഫ്, തൻ്റെ മകൾ, ഇവർക്ക് ഒരു കുഞ്ഞുണ്ടായി. ഇവള് ഗൾഫിൽ പോകുന്നതിന് മുമ്പ് ഒരു കുഞ്ഞുണ്ടായി. ആ കുഞ്ഞിനെ വളർത്തിയത് ഈ ബസ് കണ്ടക്ടറാണ്. ആ ബസ് കണ്ടക്ടറുടെ കയ്യിൽ നിന്ന് ഈ കുഞ്ഞിനെ അടർത്തിയെടുക്കാൻ സിവിൽ കോടതിയിൽ കേസ് കൊടുത്തു, കുടുംബ കോടതിയിൽ കേസ് കൊടുത്തു. അതായത് അമ്മ എന്ന നിലയിൽ ഒരു കുട്ടിയുടെ, എല്ലാവർക്കും നിയമം അറിയായിരിക്കും, 18 വയസ്സ് വരെ ഒരു കുട്ടിയുടെ സംരക്ഷണ ചുമതല എന്ന് പറയുന്നത് അതിൻ്റെ അമ്മയ്ക്കാണ്. ആ അമ്മ സംരക്ഷിക്കുന്നില്ലെങ്കിലാണ് അച്ഛൻ വീട്ടിൽ കൊണ്ടുപോയി കുഞ്ഞിനെ നോക്കുന്ന ഒരു സിസ്റ്റം. അല്ലെങ്കിൽ അമ്മ സ്വയം പറയണം, എനിക്ക് കുഞ്ഞിനെ വേണ്ട, അയാൾ നോക്കിക്കോട്ടെ, അല്ലെങ്കിൽ മുൻ ഭർത്താവ് നോക്കിക്കോട്ടെ എന്നും പറഞ്ഞ് കോടതിയിൽ വ്യക്തമായി കൊടുക്കുക എങ്കിൽ മാത്രമേ കോടതി വിധിക്കുകയുള്ളൂ. എന്നിരുന്നാലും ഇവരുടെ ദുബായിൽ വേറൊരാളുമായിട്ട് ജീവിക്കുന്ന ഈ ബസ് കണ്ടക്ടറുടെ ഭാര്യ ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് പറയുക, എൻ്റെ മകളെ എനിക്ക് വേണമെന്നും പറഞ്ഞ് കോടതിയിലും ഇതിലൊക്കെ സമർപ്പിക്കുകയും അതുകൊണ്ട് മാത്രം ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്തു. ഒരു കുടുംബം ഇല്ലാണ്ടായി, ഒരു മകളി അനാഥമായി. ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. അഖിൽ NRDയെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ ഇത്രയും വലിയൊരു ഫെയിമിൽ നിൽക്കുന്ന ഒരു സിനിമയിൽ അഭിനയിച്ചു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും.
ഒരു സിനിമയിൽ അഭിനയിച്ചു. അത് മാത്രമല്ല, നമ്മൾ ഇപ്പം ഈ പെൺകുട്ടിയുടെ ബിഹേവിയറിനെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ പലരും അതിൻ്റെ ഇടയിൽ എഴുതിയേക്കുന്ന കമൻറ്റുകൾ നിങ്ങൾ കാണണം. ഈ പെൺകുട്ടി നേരത്തെ ഈ അഖിലിൻ്റെ കൂടുതൽ പോകുമ്പോഴും ഫംഗ്ഷനൊക്കെ പോകുമ്പോഴും ഫുൾ ടൈം ഈ മൊബൈലിൽ ചാറ്റിങ് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. പക്ഷെ നമ്മൾ ഇവർ ചെയ്യുന്ന വീഡിയോ അഖിൽ വളരെ കോമഡി ആയിട്ടുള്ള വീഡിയോസാണ് ചെയ്യുക, അല്ലേ? നിങ്ങൾ കണ്ടിട്ടില്ലേ? 3 സെക്കൻഡിൻ്റെ ആയാലും 3 മിനിറ്റിൻ്റെ ആയാലും ലോങ് വീഡിയോ ആയാലും ചിരിപ്പിക്കുന്ന ചിന്തിപ്പിക്കുന്ന നല്ല നല്ല വീഡിയോ അവർ ചെയ്യുന്നത്. അപ്പം നമ്മളതൊന്ന് ഒരു കണക്ട് ചെയ്ത് ഇവരങ്ങനെ സംഭവിക്കുമോ? ഈ അഖിലും ഈ പെൺകുട്ടിയും തമ്മിൽ വളരെ സ്നേഹിച്ച് വിവാഹം കഴിച്ചു. ആ വിവാഹമൊക്കെ നിങ്ങൾ കണ്ടതാണ്. ആ വിവാഹത്തിന് സ്റ്റില്ലിയർ കൊടുക്കാം. വളരെ ആഡംബരത്തോടെ നടത്തിയ വിവാഹമാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അഖിലിൻ്റെ വിവാഹം. അത്ര ഗംഭീരമായിട്ട് നടത്തിയതാണ്. എനിക്കൊന്നേ പറയാനുള്ളൂ, ഈ പെൺകുട്ടിയെ ചവിട്ടി തൂത്തും. ഇപ്പം സംഭവിക്കാൻ പോകുന്നത്, ഇവൻ ഈ അഖിലിൻ്റെ എടുത്ത് നിൽക്കുമ്പോൾ ഈ കഴിഞ്ഞ ബർത്ത്ഡേക്ക്, ഈ പെൺകുട്ടിയുടെ ബർത്ത്ഡേക്ക് അഖിൽ ഒരു കാറ് സമ്മാനിച്ചു. അതുപോലെ അത്ര അടിപൊളിയായിട്ടാണ് ആ പെൺകുട്ടിയെ നോക്കുന്നത്. അതിൻ്റെ ആഹാരത്തിന് ആഹാരം, പാർപ്പിടത്തിന് പാർപ്പിടം, അല്ലേ? ഇത് വസ്ത്രത്തിന് വസ്ത്രം, എന്തും ഇഷ്ടം പോലെ. അഖിലിനെ പോലെ ഒരാൾ സ്നേഹിച്ചില്ലെന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? അഖിലിനെ പോലുള്ള ഈ പെൺകുട്ടി ഇപ്പോൾ പറയുന്നത് അഖിലിന് വേറെ സ്ത്രീകളുമായി ബന്ധമുണ്ടെന്ന് വെറുതെ ഒരു തള്ള്. കോടതിയിലൊരു എന്നാ പറയണ്ടേ, ഒരു ഡൈവേഴ്സ് കിട്ടാൻ ഒരു വ്യക്തിക്ക് പെട്ടെന്ന് കിട്ടുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത്, അഖിലോ അല്ലെങ്കിൽ ആ പെൺകുട്ടിയോ മറ്റൊരാളുമായി ശാരീരിക ബന്ധമോ അല്ലെങ്കിൽ പ്രണയമോ ഉണ്ടെന്ന് സ്ഥാപിച്ചെടുക്കാൻ സാധിച്ചാൽ കോടതി ഡൈവേഴ്സ് അനുവദിക്കും. അങ്ങനെ പെട്ടെന്ന് ഡൈവേഴ്സ് കിട്ടാനും ഈ അഖിലിനെ സമൂഹ മാധ്യമങ്ങളിൽ തേജോവധം ചെയ്യാനും, നിങ്ങൾ അഖിലിൻ്റെ അക്കൗണ്ട് എടുത്ത് നോക്കാൻ പറയും. അഖിലിന് എത്രയോ സബ്സ്ക്രൈബറുള്ളത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അത്രയും സബ്സ്ക്രൈബറും വ്യൂ കൗണ്ടും ഒക്കെയുള്ള ഒരാൾ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതം വട്ടപൂജ്യമായി, ബിഗ് സീറോയായി, അല്ലേ? ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് എല്ലാവരും വിവാഹം കഴിക്കുന്നല്ലേ? ആ സ്വപ്നത്തിൽ കണ്ട അതുപോലത്തെ ഒരു പെൺകുട്ടിയെ കിട്ടി. ആ പെൺകുട്ടി ഇങ്ങനെ തേച്ചിട്ട് പോകുമ്പോൾ എനിക്ക് പറയാമെന്നുള്ളൂ, ഒരുപാട് ഇതുപോലെയുള്ള എന്നാ പറയണ്ടേ, വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുക. മക്കളായിരിക്കുമ്പോൾ തന്നെ വേറൊരു എന്നാ പറയണ്ടേ, ഇമ്മോറലായിട്ടുള്ള വേറൊരു പെൺകുട്ടിയോ അല്ലെങ്കിൽ ഇമ്മോറലായിട്ട് വേറുള്ള ആണുങ്ങളുമായിട്ടോ, അത് കല്യാണം കഴിച്ചതൊന്നുമില്ല, അങ്ങനെ ഒരു നോട്ടുമില്ല, വളരെ കൂടുതലായിരിക്കുന്നു ചാടിപ്പോകുന്നത്. നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ? ഒരു വീട്ടമ്മയായിരിക്കുന്ന ഒരു കുട്ടി, സ്വന്തം ഭർത്താവുള്ള ഒരു കുട്ടി, വേറെ പുരുഷൻ വിവാഹം കഴിഞ്ഞതായാലും വിവാഹം കഴിക്കാത്തതായാലും അവരുടെ കൂടെ ഇറങ്ങിപ്പോകുന്ന കഥ ഇപ്പോൾ കൂടുകയാണ്. അപ്പോൾ അവിടെ സംഭവിക്കുന്നത്, അവിടെ ഇവർ കുഞ്ഞുങ്ങളാണ് അനാഥമാകുന്നത്. ചില കേസിൽ ഇവർ 2 മാസം 3 മാസമൊക്കെ ഒരുമിച്ച് താമസിച്ച ശേഷം തിരിച്ച് ആദ്യത്തെ ഭർത്താവിൻ്റെ അടുത്തേക്ക് തിരിച്ചു വരുന്ന ഒരുപാട് പേരുണ്ട്. നിങ്ങൾ കേട്ടരുത്, സ്വീകരിക്കരുത്. പലരും സ്വീകരിക്കുന്നുണ്ട്, അത് പോട്ടെ. സ്വീകരിക്കുന്നവരുടെ നിങ്ങളെയൊക്കെ ശാരീരികമായി യൂസ് ചെയ്യാനും പണപരമായി യൂസ് ചെയ്യാനും, നിങ്ങളെയൊക്കെ എന്നാ പറയണ്ടേ, നിങ്ങളുടെ ഇമോഷനെ വിറ്റാണ് ഒരുത്തൻ കണ്ണും കാലും എല്ലാം കാണിച്ച് നിങ്ങളെ വശത്താക്കുന്നത്. നിങ്ങളുടെ ജീവിതം ഇല്ലാതാക്കാൻ വേണ്ടിയാണ്, നിങ്ങളുടെ ഫാമിലി ലൈഫ്സ് ഇല്ലാതാക്കി തരാൻ വേണ്ടിയാണ്. നിങ്ങൾ അവൻ്റെ കൂടത്തിൽ പോയി കഴിഞ്ഞാൽ രാജ്ഞിയെ പോലെ നിങ്ങളെ വാഴിക്കുമെന്ന് നിങ്ങൾക്ക് വല്ല ഉറപ്പുണ്ടോ? ഒരുറപ്പുമില്ല. നോക്കിക്കോ, ഇത് 8 നിലയിൽ പൊട്ടും. കുറച്ച് കഴിയുമ്പോൾ ഇവിടെ ചിലപ്പോൾ ഒന്നെങ്കിൽ തിരിച്ചു വരും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഘടകയും ചെയ്യും. ഇങ്ങനെ സംഭവിക്കില്ല. ഇങ്ങനെയുള്ള മെയിൻ ഇതുപോലത്തെ സംഭവങ്ങളിൽ സംഭവിക്കാൻ പോകുന്നത് അതാണ്. ഒരാൾക്ക് എന്തെങ്കിലും സംഭവിക്കും, ആർക്കും ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മക്കളില്ലാത്തതുകൊണ്ട് അത്രയും വലിയൊരു ആശ്വാസമുണ്ട്. അല്ലെങ്കിൽ കുഞ്ഞുങ്ങളൊക്കെ അനാഥമായി പോകും, പിന്നെ കുഞ്ഞുങ്ങളുടെ പേര് തമ്മിത്തല്ലും. കഴുകൻ കണ്ണുകളോടെയാണ് ഇന്നത്തെ, അല്ലേ, നമ്മൾ ഫേസ്ബുക്ക് ആയാലും ഇൻസ്റ്റഗ്രാം ആയാലും. ഒരുവൻ്റെ ഭാര്യയാണെന്നൊന്നും നോട്ടമില്ല, ഒരുവൻ്റെ ജീവിത പങ്കാളിയാന്ന് നോക്കില്ല, മക്കളുണ്ടോന്നും നോക്കുന്നില്ല. അങ്ങ് 2 പേരും അങ്ങ് കുത്തഴിഞ്ഞ് അങ്ങ് പോവുക, ചാടിപ്പോവുക. അല്ലെങ്കിൽ ഇമ്മോറൽ ട്രാഫിക്കിങ്ങോ അല്ലെങ്കിൽ അവിഹിതം, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അവിഹിതം. ഇത് എവിടെ ചെന്ന് അവസാനിക്കുന്നറിയോ? 2 പേരിൽ ആരെങ്കിലും ഒരാൾ ഇല്ലാകുന്നത് വരെ ഇതിങ്ങനെ കളി നടന്നുകൊണ്ടിരിക്കും. എന്തൊരു കാലഘട്ടം നോക്കി. അഖിലിന് സംഭവിച്ച് ഇനി മറ്റുള്ളവർക്ക് സംഭവിക്കാതിരിക്കട്ടെ. ഇതുപോലത്തെ സോഷ്യൽ മീഡിയയിൽ ഒത്തിരി പേരുണ്ട്, അവർക്ക് ആർക്കും സംഭവിക്കാതിരിക്കട്ടെ. കാരണം ഈ എവിടെയാണിത് തെറ്റിപ്പോകുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് ഈ കൺട്രോൾ നഷ്ടപ്പെടുന്നത് നമുക്ക് പറയാൻ സാധിക്കില്ല. ഒരാളുടെ ദൗർബല്യമാകാം, അല്ലെങ്കിൽ അയാളെ ചതിയിൽ വീഴ്ത്തുന്നതായിരിക്കാം, എന്തുമായിക്കോട്ടെ. ഒരു ജീവിതമാണല്ലേ ആ കുടുംബം. ഒരാൾ എന്തായാലും ഒരു വ്യക്തിമാണ്, ഒരാണോ അല്ലെങ്കിൽ ഒരു പെണ്ണോ വിക്റ്റിമാവും.
ഇപ്പം ഇതിൽ അഖില് വിക്ടിമായി അല്ലെങ്കിൽ അതിൻ്റെ ഒരു മൂകസാക്ഷിയായി. അവനുണ്ടാകുന്ന ഒരു മാനസികാഘാതം ഒന്നും പെട്ടെന്നൊന്നും അതിൽ നിന്ന് വിട്ടുമാറാൻ സാധിക്കില്ല. അവൻ്റെ ഫാമിലി, നമ്മൾ ഇത് മാത്രമല്ല നിങ്ങൾ ചിന്തിക്കേണ്ട, അവരെ ചുറ്റപ്പറ്റി ഉള്ള ഒരുപാട് പേരുണ്ട്, മാതാപിതാക്കളുണ്ട് അല്ലേ. ഈ പെണ്ണിൻ്റെ മാതാപിതാക്കളുണ്ട്, ഈ ചെറുക്കൻ്റെ മാതാപിതാക്കളുണ്ട്. ഇവർ സമൂഹത്തിൽ നേരിടാൻ പോകുന്ന നാണക്കേടുകൾ, റോട്ടിലിറങ്ങുമ്പോൾ കളിയാക്കലുകൾ, കുത്തുവാക്കുകൾ അല്ലേ, ഇവർക്ക് വലിയ അഭിമാനമായിരിക്കും. ഇവർ ചാടിപ്പോയെന്നോ അല്ലെങ്കിൽ വേറൊരുത്തിനെ സ്നേഹിച്ചെന്നോ ഒക്കെ ഉള്ളത് വലിയ അഭിമാനമായിരിക്കും. ഇതിൻ്റെ പാപഭാരം ഏൽക്കുന്നതും ഇതിൻ്റെ നാണക്കേട് മുഴുവൻ നിങ്ങളെ ജനിപ്പിച്ച അപ്പനും അമ്മയും സഹോദരങ്ങൾക്കുമാണ്. നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് ഒന്ന് പുറത്തിറങ്ങി നടക്കാൻ പോലും പറ്റാത്ത നാണക്കേടാണ് നിങ്ങൾ അയക്കി വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് പറയുമ്പോൾ പല ന്യായങ്ങളുണ്ടാവും. നിങ്ങളുടെ മാത്രമേ നിങ്ങൾക്ക് ശരിയുള്ളൂ. നിങ്ങളായിക്കോട്ടെ, നിങ്ങൾ ദൈവപരമായി കോടതിയിൽ പോയി ഡൈവേഴ്സ് വാങ്ങി എങ്ങനെ വേണം നിങ്ങൾക്ക് ജീവിക്കാമല്ലോ. അങ്ങനെയല്ല ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യാതെ ഇങ്ങനെ ഒരുത്തൻ്റെ കൂട്ടത്തിൽ പാതിരാത്രിക്ക് ഇറങ്ങി ചാടിപ്പോയി അവൻ നിന്നെ കറിവേപ്പില പോലെ വലിച്ചെറിയും മക്കളെ. പല കേസിലും അങ്ങനെയാണ്, ഒരുപാട് കേസ് കാണുന്നതാണ്. എല്ലാ കേസിലും ജീവിതം ഇല്ലാതാകാൻ പോവുകയാണ്. ഒരാളുടെ ജീവിതം തീരുകയാണ്. ഒന്നെങ്കിൽ പെണ്ണിൻ്റെ അല്ലെങ്കിൽ ആണിൻ്റെ. ഒന്നെങ്കിൽ പെണ്ണോ അല്ലെങ്കിൽ ആണോ മദ്യപാനത്തിനിരയാവും, അല്ലെങ്കിൽ കുറ്റബോധം ഉണ്ടാവും, അല്ലെങ്കിൽ മറ്റുള്ളവൻ ചതിക്കും. 3 മാസം നിന്നെ ഉപയോഗിച്ച് വലിച്ചെറിഞ്ഞു കളി. എന്തായാലും വലിയ സങ്കടപ്പെടുന്ന ഒരു സംഭവം അഖിലിന് സംഭവിച്ചത്. ഇനി ആർക്കും സംഭവിക്കാതിരിക്കട്ടെ. ഓക്കെ, ബൈ.